ഭാവഗായകന്റെ മൃതദേഹം ആശുപത്രിയിൽ ചികിത്സയിലെത്തിച്ച വിദഗ്ധ ഡോക്ടറുടെ മുറിയിൽ നിന്നും ബ്ലാക്ക് റൂമിൽ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തൃശൂർ അമല ആശുപത്രിയിൽ വൈകുന്നേരം 7:54 പി ജയചന്ദ്രന്റെ മരണമുണ്ടായത്. അതിനുശേഷം ബന്ധുക്കളും തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്ന് ഇപ്പോൾ മൃതദേഹ സംസ്കാരത്തെക്കുറിച്ചും പൊതുദർശനത്തെക്കുറിച്ചും അടക്കമുള്ള പ്രാഥമിക തീരുമാനങ്ങൾ എടുത്തതേയുള്ളൂ. അന്തിമമായൊരു തീരുമാനം ഈ ഘട്ടത്തിൽ എടുത്ത് എന്ന് പറയാനാവില്ല. ഇന്ന് മൃതദേഹം നിലവിൽ തൃശൂർ അമല ആശുപത്രിയിലെ മെഡിക്കൽ മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷം 8 മണിയോടുകൂടിയായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. 8 മണിക്ക് മൃതദേഹം ഏറ്റുവാങ്ങുന്ന ബന്ധുക്കൾ തൃശ്ശൂരിൽ പൂങ്കുന്നത്തുള്ള പി ജയചന്ദ്രന്റെ ഫ്ളാറ്റിലേക്കായിരിക്കും മൃതദേഹം മാറ്റുക. അവിടെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായുള്ള പൊതുദർശനമുണ്ടാകും. അതിനുശേഷം 12 മണിയോടുകൂടി സംഗീത നാടക അക്കാദമിയിലേക്ക് മൃതദേഹം മാറ്റുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക തൃശ്ശൂർ MLA പി ബാലചന്ദ്രൻ അടക്കമുള്ള ഇവിടെ നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ സാംസ്കാരിക നായകരും അടക്കം ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. 8 മണിക്ക് മാറ്റുന്ന ഈ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. ജയചന്ദ്രന്റെ മകനും അടക്കമുള്ള ബന്ധുക്കൾ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ തൃശ്ശൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം കൂട്ടായ ഒരു തീരുമാനത്തിന് ശേഷം മാത്രമേ ഉള്ളൂ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചിട്ടുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. നിലവിൽ തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലാണ് പി ബാലചന്ദ്രന്റെ പി ജയചന്ദ്രന്റെ കുടുംബ വീടുള്ളത്. അവിടേക്ക് തന്നെ മൃതദേഹം എത്തിക്കും. ഇരിങ്ങാലക്കുട ചേന്ദമംഗലത്തെ ആശുപത്രിയിലായിരിക്കും ഇരിങ്ങാലക്കുട ചേന്ദമംഗലത്ത് വെച്ച് അവിടെ കുടുംബക്ഷേത്രത്തിൽ നട അടയ്ക്കുന്നതിന് മുൻപ് നാളെ വൈകിട്ടോടുകൂടി മൃതദേഹം സംസ്കരിക്കണമെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റന്നാൾ സംസ്കാരം നടത്താമെന്നുള്ളൊരു ആലോചന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്തിമമായ അക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ ഇനിയും ആയിട്ടില്ല. കുടുംബ അംഗങ്ങളുമായും അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികൾ അടക്കമുള്ളവരുമായൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങളിലൊരു തീരുമാനം അന്തിമമായി കൈക്കൊള്ളുക. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ കൂടി ഈ വിഷയങ്ങൾ കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഭാവഗായകന്റെ അന്ത്യം പി ജയചന്ദ്രന്റെ അന്ത്യം വൈകുന്നേരം 7:54 ദീർഘനാളുകളായി അദ്ദേഹം കരൾ സംബന്ധമായ അസുഖബാധിതനായിരുന്നു. അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗബാധിതനായി ഏറെ വിഷമതകൾ അനുഭവിച്ചിരുന്നു. 80 വയസ്സായിരുന്നു മരിക്കാൻ നേരത്ത് അദ്ദേഹത്തിന് പ്രായം. മലയാളികളുടെ ഭാവഗായകൻ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി മലയാള ഗാന സംഗീത ശാഖയ്ക്ക് അതുല്യമായ സംഭാവനകൾ നൽകിയ പ്രിയപ്പെട്ട മലയാളികളുടെ ഗായകൻ വ്യസനത്തോടു കൂടി തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. മലയാളികളുടെ നാവിൻ തുമ്പിൽ ഓടിയെത്തുന്ന 1000 ഗാനങ്ങൾ ഓർത്തെടുക്കാനുണ്ട് പി ജയചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ. അദ്ദേഹത്തിന്റെ മഞ്ഞലയിൽ തോർത്തി എന്നുള്ള ഗാനം മലയാളികളായി പാടാത്തവരാരും ഉണ്ടാവില്ല. ഏത് കൊച്ചുകുട്ടിയുടെ നാവിൻ തുമ്പിലും അദ്ദേഹം പാടി പകർന്നു നൽകിയ ആ ഗാനം സംബന്ധിച്ച് നമുക്ക് അത് ഒരിക്കലും വിസ്മരിക്കാനാവില്ല എന്നുള്ളതാണ്. യേശുദാസിനൊപ്പം 1985 സ്കൂൾ കലോത്സവത്തിലൂടെ ആദ്യമായി പൊതുമധ്യത്തിലെത്തിയ അദ്ദേഹം വിവിധ സംഗീത ശാഖകളിൽ പ്രത്യേകിച്ച് മലയാള സിനിമാ ഗാനരംഗത്തും ശാസ്ത്രീയ ഗാനരംഗത്തും അടക്കം അതിനപ്പുറത്ത് ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയിൽ വാദ്യോപകരണങ്ങളിൽ അടക്കം കഴിവ് തെളിയിച്ച മികച്ച സംഗീത പ്രതിഭയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ, അദ്ദേഹത്തിൻ്റെ സംഗീതജ്ഞാനത്തെക്കുറിച്ച് പറയാൻ നമുക്ക് ഒരുപക്ഷെ വാക്കുകൾ ഇല്ല. വാക്കുകൾക്ക് അതീതമായി അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീത സബരിയെയും ഒക്കെ വിലയിരുത്തേണ്ടയും അല്ലെങ്കിൽ സംസാരിക്കേണ്ടതുമായി വരും. ഏതായാലും അദ്ദേഹം വിടമറഞ്ഞു. ഇന്ന് മുതൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മലയാളികൾ ഉൾക്കൊണ്ടേ മതിയാകുള്ളൂ. 15,000-ൽ പരം ഗാനങ്ങൾ ഇന്ത്യൻ സംഗീത ശാഖയ്ക്ക് പകർന്നു നൽകിയ പി ജയചന്ദ്രൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ മികച്ച ഗായകനുള്ള പുരസ്കാരം ഒട്ടനവധി തവണ തൻ്റെ ശബ്ദമാധുര്യത്തിലൂടെ നേടിയെടുത്ത അദ്ദേഹം ഇന്ത്യൻ സിനിമാ ഗാനരംഗത്തിനും അതുല്യമായ സംഭാവനകൾ നൽകിയ ആളാണ്. ഒരു പാൻ ഇന്ത്യൻ സിംഗർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. നമുക്കറിയാം, നേരത്തെ നമ്മൾ നൽകിയ വാർത്തകളിലൂടെയൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില
ചില വിശേഷണങ്ങളൊക്കെ നൽകിയിരുന്നു. അദ്ദേഹത്തെ അനുസ്മരിച്ചവരെല്ലാവരും മലയാളത്തിനും ഇന്ത്യൻ സംഗീതത്തിനുമൊക്കെ കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായത് എന്നുള്ളതും വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ നമുക്കറിയാം, മലയാളത്തിൽ വാർദ്ധക്യകാലത്തും ഏറ്റവും സജീവമായി നിന്നു. തൻ്റെ 60ാമത്തെ വയസ്സിൽ പാടിയ ഓലോഞ്ഞാലി കുരുവി എന്നുള്ള ഗാനം പോലും വളരെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അത്തരത്തിൽ മലയാളികളെ ഒരിക്കലും മറക്കാനാകാത്ത, അല്ലെ മലയാള സിനിമാ ഗാനം ഉള്ളിടത്തോളം, മലയാള സിനിമയുള്ളിടത്തോളം, മലയാള സംഗീതമുള്ളിടത്തോളം മറക്കാൻ കഴിയാത്ത ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഭാവഗായകൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു.